നാവികസേനയുടെ പരിശീലന കേന്ദ്രമായ കൊച്ചിയിലെ INS ദ്രോണാചാര്യയ്ക്ക് രാഷ്ട്രപതി പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ചു. രാജ്യത്തെ സൈനിക യൂണിറ്റിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണിത്. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ തിരുവനന്തപുരത്തെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന് നൽകിയ വിശിഷ്ട സേവനം പരിഗണിച്ചാണ് നാവികസേനയുടെ പരിശീലന സ്കൂളായ INS ദ്രോണാചാര്യയ്ക്ക് ബഹുമതി നൽകിയത്. കൊച്ചിയിലെ INS ദ്രോണാചാര്യയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർക്കൊപ്പം നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ, വൈസ് അഡ്മിറൽ ഹംബി ഹോളി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മതത്തിലെ പുരോഹിതന്മാർ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പ്രസിഡന്റ്സ് കളർ രാഷ്ട്രപതി INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചത്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ਅੱਜ ਭਾਰਤ ਦੇ ਮਾਨਯੋਗ ਰਾਸ਼ਟਰਪਤੀ ਦੁਆਰਾ ਭਾਰਤੀ ਨੌ ਸੈਨਾ ਪੋਤ ਦ੍ਰੋਣਾਚਾਰਿਆ ਨੂੰ ਆਪ ਦੀ ਕਿਰਪਾ ਨਾਲ ਨਿਸ਼ਾਨ ਪ੍ਰਦਾਨ ਕੀਤੇ ਜਾ ਰਹੇ ਹਨ. May the Lord bless you and keep you. The Lord make his face to shine upon you and be gracious to you. The Lord lift up his countenance upon you and give you peace, both now and forever. Amen. ഇന്ത്യൻ നാവികസേന ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. It demonstrated Navy's preparedness to meet any challenge and also its focus on training and operational excellence. Today, in the Southern Naval Command, I also had a glimpse of the spirit of demand, defend and nation against all threats and protect our maritime interest. I congratulate the entire team of Indian Navy, Cochin Shipyards Limited and everyone associated in the journey of INS Vikrant. കൊച്ചിയിലെത്തിയ രാഷ്ട്രപതി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും സന്ദർശിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൊച്ചി മേയർ M. അനിൽകുമാർ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തും കൊല്ലത്തും നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം 21 ഉച്ചയ്ക്ക് കേരളത്തിൽ തിരിച്ചെത്തുന്ന രാഷ്ട്രപതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.